കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ കേരളം വിട്ടുവെന്ന റിപ്പോർട്ട്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ജയിൽ ചാട്ടം മുൻകൂട്ടി ആസൂത്രണം ചെയ്തുവെന്നാണ് സൂചന. വിയ്യൂർ അതിസുരക്ഷാ ജയിൽ പരിസരത്തു നിന്നാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. തമിഴ്നാട് ആലംകുളം സ്വദേശിയാണ് ബാലമുരുകൻ. മുമ്പ് കേരള പോലീസിനെ കബളിപ്പിച്ചും ഇയാൾ കടന്നിരുന്നു. എന്നാൽ ഉടൻ തന്നെ പിടികൂടി. കേരള പോലീസ് അതിസാഹസികമായി പിടികൂടിയ പ്രതിയാണ് തമിഴ്നാടിന്റെ പോലീസിന്റെ അനാസ്ഥയിൽ രക്ഷപ്പെട്ടത്. 33 വയസ്സിനിടെ 5ഓളം കൊലക്കേസ്, മോഷണമടക്കം 50-ലധികം കേസിലെ പ്രതി. വേഷം മാറുന്നതിൽ വിദഗ്ധൻ. ഒരു സ്ഥലത്ത് സ്റ്റൈലിഷ് ലുക്കിലാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നാടൻ ലുക്കിലും. കഴിഞ്ഞ ദിവസം വിയ്യൂർ ജയിലിന് മുന്നിൽ രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനെക്കുറിച്ച് ചുരുക്കത്തിൽ ഇങ്ങനെയാണ് പറയാറ്. തമിഴ്നാട്ടിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിക്കുമ്പോഴാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. പിന്നീട് മോഷ്ടിച്ച ബൈക്കിൽ തന്നെ സ്ഥലം വിടുകയും ചെയ്തു. ഒരു വീടിന് മുന്നിൽ താക്കോൽ സഹിതം നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് മോഷ്ടിച്ചത്. വിയ്യൂർ ജയിലിൽ എത്തിക്കുന്നതിനിടെ നാടകീയമായി രക്ഷപ്പെടുകയായിരുന്നു ബാലമുരുകൻ. ഇന്നലെ രാത്രി 9ഓടെയാണ് ജയിലിലെത്തിക്കുന്നതിനിടെ കൊടും ക്രിമിനലായ ബാലമുരുകൻ നാടകീയമായി രക്ഷപ്പെട്ടത്. തമിഴ്നാട്ടിൽ നിന്നാണ് ബാലമുരുകനെ എത്തിച്ചത്. തമിഴ്നാട് പോലീസിന്റെ വാനിലായിരുന്നു. വിയ്യൂർ ജയിലിന് മുമ്പിലെത്തിയതോടെ പോലീസുകാർ ബാലമുരുകന്റെ കയ്യിലെ വിലങ്ങൂരി. എന്നാൽ ഉടൻ തന്നെ ഇയാൾ വാനിന്റെ ഇടതുവശത്തെ ഗ്ലാസ് ഡോർ തുറന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പിന്നെ ബാലമുരുകനെ കണ്ടെത്താനായിട്ടില്ല. ബാലമുരുകനെ രക്ഷിക്കാൻ മറ്റൊരു സംഘം എത്താനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ 53 കേസുകളിൽ ഉൾപ്പെട്ട് പിടികിട്ടാപ്പുള്ളിയായ പ്രതിയായിരുന്നു. മറയൂർ മോട്ടക്കുളത്തെ മോഷണക്കേസിൽ പിടിയിലായ ബാലമുരുകൻ. അന്വേഷണത്തിനിടെ ഡിണ്ടിഗലിൽ വച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഒളിത്താവളമായി മറയൂരിനെ ഇയാൾ കണ്ടെത്തിയത്. 2018-ൽ മറയൂരിൽ എത്തിയ ബാലമുരുകൻ കരിമ്പിൻ തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. മുരുകൻ മല ഭാഗത്ത് വാടകയ്ക്ക് വീടെടുത്ത് ഭാര്യയും മകളുമായിട്ടായിരുന്നു താമസം. മറയൂരിലെ ശർക്കര ഫാക്ടറിയിലെ വിശ്വസ്തനായ തൊഴിലാളിയായിരുന്നു ഇയാൾ. ഈ കള്ളന് കാറുകളോട് വല്ലാത്ത കമ്പമായിരുന്നു. മറയൂരിൽ താമസിച്ച് ഈ മേഖലയെ പഠിച്ച് നിരവധി മോഷണം നടത്തി. ഇതിനിടയിലാണ് പിടിയിലായത്. ഓരോ തവണയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇയാൾ രൂപമാറ്റം വരുത്തും. വ്യത്യസ്തമായ ലുക്ക് കൊണ്ടുവരും. പോലീസുകാരെ പറ്റിക്കാനായിരുന്നു ഇതെല്ലാം. മറയൂരിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയാണ് മോഷണം നടത്താൻ ബാലമുരുകൻ നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളെ എത്തിച്ചത്. ഇതിൽ ബാലമുരുകൻ ഉൾപ്പെടെ 4 പേർ മോട്ടക്കുളത്തെ മോഷണത്തിൽ പിടിയിലായി. പിന്നീട് തെളിവെടുക്കാൻ കൊണ്ടുപോകുന്നതിനിടെ കേരള പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. ബാലമുരുകൻ ഉൾപ്പെടെ 4 പ്രതികളെയാണ് മറയൂർ പോലീസ് സാഹസികമായി പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷം മറയൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തമിഴ്നാട്ടിലെ അന്വേഷണത്തിനായി കൊണ്ടുപോയി. തിരികെ വരുമ്പോൾ ബാലമുരുകൻ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും തിരുനെൽവേലിയിൽ വിവിധ സ്ഥലങ്ങളിലുമായി 10 ദിവസത്തോളം ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ ബാലമുരുകനെ പൊക്കുകയായിരുന്നു. മറയൂരിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് മറ്റൊരു കേസിൽ അകപ്പെട്ട് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്.